Hello friends, welcome to Geethu's Kitchen. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അയില വറുത്തതും മാങ്ങ ചതച്ച് വാട്ടിയതുമാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇന്ന് നല്ല നാടൻ അയില ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ തല വെച്ചാണ് വെട്ടുന്നത്. അയിലയുടെ തല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അയിലത്തല അളിയനും കൊടുക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നായിട്ടൊന്ന് വരങ്ങിയെടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കണം. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കയറണം. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇത് നമുക്ക് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ പുരട്ടി റെഡിയായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ ചതച്ച് വാട്ടിയത് നമുക്ക് റെഡിയാക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മാങ്ങ 2 എണ്ണം, പച്ചമുളക് 10 എണ്ണം, ഉള്ളി 15 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില, 2 തേങ്ങയുടെ പാൽ, 1, 2, 3 വേർതിരിച്ച് വെക്കണം. ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കറി വെക്കുന്ന ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ മാങ്ങ ഒന്ന് പിഴിഞ്ഞിടാം. ഈ കറിക്ക് അധികം പുളിയൊന്നും വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ പിഴുങ്ങി എടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും 2-ാം പാലും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ആവശ്യമുണ്ടെങ്കിൽ 3-ാം പാലും ചേർക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. മാങ്ങയൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കുറച്ച് വെക്കണം. ഇനി ഇത് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കാം. ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കൊല്ലം മുളക്, ഒരു 4-5 കൊല്ലം മുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി ഉള്ളി അരിഞ്ഞതും വേപ്പിലയും ചേർക്കാം. ഇതൊന്ന് ചെറുതായി മൂത്താൽ മതി. സാധാരണ കടുക് താളിക്കുന്ന അത്രയും മൂക്കണ്ട. ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളകിടാം. അപ്പോൾ നമ്മുടെ മാങ്ങ എന്തായെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മുടെ തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തിളവന്നേക്കാതെ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ താളിച്ചത് അതിലേക്ക് ഇടാം. നല്ലതുപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ചതച്ച് വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അയല വറുക്കാൻ പുരട്ടിയത് ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് മീൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ സ്ലോ ഫ്രൈ ചെയ്ത്
എടുക്കണം. ഈ കറിക്ക് ഏറ്റവും നല്ലത് അയല, നല്ല കരിമീൻ, ഇതൊക്കെയാണ് ഈ മാങ്ങ ചതച്ച് വട്ടുന്നതിന് ഏറ്റവും നല്ല മീൻ. അപ്പോൾ നമ്മുടെ അയില വറുത്തത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറി പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് അയില വറുത്തത് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി കൂടി ഇട്ട് നല്ലതുപോലെ അയിലേക്കൊന്ന് മാങ്ങ കറിയിൽ കുതിരണം. സാധാരണ വറുത്ത മീൻ കറിയിലേക്ക് ഇട്ടാണ് സെർവ് ചെയ്യേണ്ടത്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കാരണം ഞാനിവിടെ കറിയും വറുത്ത മീനും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് കൊച്ചിക്കാരുടെ ഒരു ട്രഡീഷണൽ വിഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.